നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി നിയമസഭയിലേക്ക് മത്സരിക്കാൻ ഒരുങ്ങുകയാണ്. കെ ശൈലജ ടീച്ചർ വച്ചൊഴിയുന്ന മട്ടന്നൂർ അസംബ്ലി സീറ്റായിരിക്കും പി ശശിക്കായി പിണറായി വിജയൻ നൽകുക എന്നാണ് ഇപ്പോൾ CPM കേന്ദ്രങ്ങളിൽ നിന്ന് നമ്മൾക്ക് അറിയാൻ കഴിയുന്നത്. ശശിയെ നിയമസഭയിൽ എത്തിക്കണമെന്ന അതിയായ ആഗ്രഹം മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട്. മൂന്നാം തവണയും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ മൂന്നാം തവണയും ഭരണ തുടർച്ച CPMനുണ്ടാവുകയാണെങ്കിൽ പിണറായി വിജയൻ്റെ മന്ത്രിസഭയിൽ പി ശശി ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. അതിനായാണ് CPMൻ്റെ ഏറ്റവും ഉറച്ച സീറ്റുകളിലൊന്നായ മട്ടന്നൂർ തന്നെ പി ശശിക്കായി പിണറായി വിജയൻ മാറ്റിവെക്കുന്നത്. കഴിഞ്ഞ തവണ 2021 ആരോഗ്യമന്ത്രിയായിരുന്ന കെ ശൈലജ ഏതാണ്ട് 40,000-അടുത്ത് വോട്ടുകൾക്ക് വിജയിച്ച മണ്ഡലമാണ് മട്ടന്നൂർ. അതുകൊണ്ട് തന്നെ CPMൻ്റെ കുത്തക മണ്ഡലമായി അറിയപ്പെടുന്നതാണത്. അവിടെ ഇത്തവണ അല്ലെങ്കിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാക്ഷാൽ പി ശശി തന്നെയായിരിക്കും മത്സരിക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ പി ജയരാജനെ മത്സരിപ്പിക്കാനുള്ള ഒരു ആലോചന കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഉണ്ടായിരുന്നു. എന്നാൽ പി ജയരാജനെ മറ്റേതെങ്കിലും സീറ്റിൽ മത്സരിപ്പിച്ചുകൊണ്ട് ശശിയെ CPMൻ്റെ ഏറ്റവും ഉറച്ച സീറ്റായ, ഒരിക്കലും നഷ്ടപ്പെടില്ല എന്ന് വിശ്വസിക്കപ്പെടുന്ന സീറ്റായ മട്ടന്നൂരിൽ തന്നെ മത്സരിപ്പിച്ച് നിയമസഭയിൽ എത്തിക്കാനാണ് പിണറായി വിജയൻ ആഗ്രഹിക്കുന്നതെന്ന് CPM കേന്ദ്രങ്ങൾ രഹസ്യമായി സൂചന നൽകുന്നു. കാരണം ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പിണറായി ഏറ്റവും അധികം ആശ്രയിക്കുന്നയാളാണ് പി ശശി. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ എന്നു മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കുന്നതിൽ വലിയൊരു പങ്ക് പി ശശിക്ക് തന്നെയാണ്. അതാണ് PV അൻവർ പി ശശിക്കെതിരെ ആഞ്ഞടിക്കാൻ കാരണവും. മുഖ്യമന്ത്രിയുടെ ഓഫീസ് യഥാർത്ഥത്തിൽ കൈകാര്യം ചെയ്യുന്നത് പി ശശിയാണെന്ന് PV അൻവർ പലതവണ മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞതായി നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ശരിയാണെന്ന് തന്നെയാണ് CPM കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇത്ര ഭംഗിയായി കൊണ്ടുപോകുന്നതിൽ പി ശശിക്ക് വലിയ പങ്കുണ്ടത്രേ. അതുകൊണ്ട് തന്നെ അടുത്ത തവണ അദ്ദേഹത്തെ നിയമസഭയിൽ എത്തിക്കാനുള്ള ശ്രമമാണ് പിണറായി വിജയൻ നടത്തുന്നത്. പിണറായിയുടെ വിശ്വസ്തൻ, തൻ്റെ വിശ്വസ്തനെ നിയമസഭയിലേക്ക് എത്തിക്കേണ്ടത് പിണറായിയെ സംബന്ധിച്ചിടത്തോളം ഒരു അനിവാര്യതയാണ്. കാരണം അടുത്ത തവണ മൂന്നാം തവണയും CPM ഭരണം ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ പിണറായിക്ക് ഭരണ തുടർച്ച ഉണ്ടാവുകയാണെങ്കിൽ തൻ്റെ വിശ്വസ്തരായ ആളുകൾ ക്യാബിനറ്റിൽ വേണമെന്നാണ് പിണറായി വിജയൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ പി ശശിയെപ്പോലുള്ളവർക്ക് സീറ്റുകൾ നൽകി അവരെ വിജയിപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് പിണറായി വിജയൻ വിശ്വസിക്കുന്നു. ശശിക്കെതിരെ ഇതിനു മുമ്പ് മുൻകാലങ്ങളിൽ പല ആരോപണങ്ങളും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നിട്ടുണ്ട്. എന്നാൽ അതെല്ലാം പിണറായി ഇടപെട്ട് എന്നേക്കുമായി ഇല്ലാതാക്കുകയായിരുന്നു. മാത്രമല്ല, ഒരിക്കൽ പാർട്ടിക്ക് പുറത്തുപോയ ആൾ കൂടിയാണ് പി ശശി. എന്നിട്ടും അദ്ദേഹം സർവശക്തനായി തിരിച്ചു വന്നത് പിണറായി വിജയൻ്റെ പൂർണ്ണ പിന്തുണയോടുകൂടിയാണ്. അതുകൊണ്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ മട്ടന്നൂർ പോലുള്ള ഉറച്ച സീറ്റിൽ പി ശശിയെ നിർത്തി മത്സരിപ്പിച്ച് വിജയിക്കാനാണ് പിണറായി വിജയൻ ആഗ്രഹിക്കുന്നതെന്ന് CPM വൃത്തങ്ങൾ ചില കൃത്യമായ സൂചനകൾ നൽകുന്നുണ്ട്.